എനിക്കൊരു ഹെർണിയുണ്ട്, അതിൻ്റെ സർജറി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യണോ ഓപ്പൺ സർജറി ആയിട്ട് ചെയ്യണോ? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാനിത് ഒരു ഫിസിക്സ് അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഞാൻ ഡോക്ടർ രഞ്ജി, ഇവിടെ കിംസ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്തിലെ കൺസൾട്ടൻറ്റ് സർജനാണ്. നമുക്ക് കുറച്ച് ഫിസിക്സ് ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു ചാക്ക്, ആ ചാക്കിൽ നിറയെ അരി നിറച്ചിരിക്കുന്നു, എന്നിട്ട് ഈ അരി നിറച്ച ചാക്ക് തൂക്കിയിട്ടിരിക്കുന്നു. ഇനി നമ്മൾ വന്നിട്ട് ഈ ചാക്കിൽ ഒരു കത്തി കൊണ്ട് ഒരു വൃത്താകൃതിയിലുള്ള സുഷിരം അതിലുണ്ടാക്കി. നാച്ചുറലി എന്ത് സംഭവിക്കും? ചാക്കിൽ കിടക്കുന്ന അരി പുറത്തേക്ക് ഒഴുകിത്തുടങ്ങും. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇത് ചാക്കിനകത്തുള്ള അരി തൂക്കിയിട്ടിരിക്കുന്നത് കാരണം അത് ഹ്യൂജ് പ്രഷറിലാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു വൃത്താകൃതിയിൽ ഒരു സുഷിരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അരി പുറത്തേക്ക് വീഴും. ഹെർണിയയിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇവിടെ ചാക്കിന് പകരം നമ്മുടെ വയറാണ്. ഈ വയറിനുള്ളിൽ കുടൽ, കൊഴുപ്പിൻ്റെ ഒരു കർട്ടൻ പോലെ ഒമൻറ്റം എന്ന് പറയുന്ന ഒരു ഭാഗം, ആന്തരിക അവയവങ്ങൾ, ഇവയെല്ലാം കിടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നോർമലായിട്ടിരുന്ന വയറിന് ഒരു സുഷിരം വീഴുന്നു. ഈ സുഷിരം ആണ് നമ്മൾ ഹെർണിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമയ്ക്കുമ്പം, സ്നീസ് ചെയ്യുമ്പോൾ, തുമ്മുമ്പോൾ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴൊക്കെ വയറിനുള്ളിലെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടുകയും അപ്പോൾ ഈ വയറിനുള്ളിലെ കണ്ടൻസ് ആ ഹോൾ വഴി പുറത്തേക്ക് തള്ളി പുറത്തേക്ക് വരികയും ചെയ്യും. ഇതിനാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ ഹെർണിയയ്ക്ക് നമ്മൾ എങ്ങനെ റിപ്പയർ ചെയ്യും? ഹെർണിയ എങ്ങനെ നമ്മൾ പരിഹരിക്കും? ആ ചാക്കിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ഡോക്ടറാണ്. ഡോക്ടറുടെ കയ്യിൽ കുറച്ച് ആ വൃത്താകൃതിയേക്കാളും വലിപ്പം കൂടുതലുള്ള ഒരു തുണി കൊടുത്തു എന്ന് വിചാരിക്കുക. ഈ തുണി നമ്മൾ ചാക്കിൻ്റെ പുറത്ത് വെച്ച് തയ്ക്കുമോ ചാക്കിൻ്റെ അകത്ത് വെച്ച് തയ്ക്കുമോ? നമ്മുടെ പാസ്കൽസ് ലോയെ പറ്റി നമുക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചാക്കിൻ്റെ പുറത്ത് വെച്ച് ഈ തുണി തയ്ക്കുകയാണെങ്കിൽ ആ ചാക്കിൻ്റെ സുഷിരത്തിൽ കൂടെയാണ് മാക്സിമം പ്രഷർ പുറത്തേക്ക് വരിക. അപ്പോൾ എന്താ സംഭവിക്കുക? ചാക്കിൻ്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന ആ തുണിയിലേക്ക് വളരെ ഹൈ ആയിട്ടുള്ള പ്രഷർ വരികയും ആ തയ്യൽ ഊരി ആ തുണി പുറത്തേക്ക് പോയി വീണ്ടും അരി ലീക്കാകാനുള്ള ചാൻസ് കൂടുതലാണ്. തിരിച്ചാണെങ്കിലോ, ചാക്കിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ക്കുകയാണെങ്കിൽ ആ സുഷിരം അവിടെ ഇല്ലാതെയാകുന്നു. എന്നിട്ട് ആ തുണി ആ ചാക്കിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. പാസ്കൽസ് ലോ അനുസരിച്ച് പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ആ തുണിയുടെ മേളിൽ എക്സേർട്ട് ആവുന്ന പ്രഷർ വളരെ കുറവായിരിക്കുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ലാപ്രോസ്കോപ്പിക് സർജറിയിലും നമ്മൾ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ആ ഹെർണിയയുടെ സുഷിരത്തെ നമ്മൾ അടച്ചിട്ട് അതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി മസിൽസിനകത്താണ് ഒരു മെഷ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ മസിൽസിനകത്ത് മെഷ് പ്ലേസ് ചെയ്യുമ്പോൾ ആ മെഷ് ആ മസിലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയും ആ മെഷിൽ എക്സേർട്ടഡ് ആവുന്ന പ്രഷർ വളരെ കുറവാകുകയും ചെയ്യുന്നു. അപ്പോൾ ആ മെഷ് അവിടുന്ന് അനങ്ങാനോ അല്ലെങ്കിൽ പുറത്തേക്ക് തെറിക്കാനോ ഉള്ള ചാൻസ് വളരെ കുറയുന്നു. അതേസമയം ഓപ്പൺ സർജറിയിലും നമ്മൾ ആ വോൾ റിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൽ മെഷ് വെച്ചിരിക്കുന്നത് പുറത്താണ്. അപ്പോൾ റിപ്പയർ ചെയ്ത വോളിൽ കൂടെ പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഈ പുറത്തിരിക്കുന്ന മെഷ് അത് കറക്റ്റായിട്ട് ശരീരത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ പുറത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ലാപ്രോസ്കോപ്പിക് സർജറിക്ക് വേറെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. മുറിവ് ഉണ്ടാകുന്നില്ല. വളരെ ചെറിയ ബട്ടൺ ഹോൾസ് പോലുള്ള മുറിവുകളിലൂടെയാണ് നമ്മൾ മെഷ് പ്ലേസ് ചെയ്യുന്നത്. പിന്നെ വേദന വളരെ കുറവാണ്. പിറ്റേ ദിവസം തന്നെ രോഗിക്ക് എഴുന്നേറ്റ് നടക്കാനും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതിലെല്ലാം ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മെഷിൻ്റെ സ്റ്റേബിളായിട്ടുള്ള പ്ലേസ്മെൻറ്റിലാണ്. ലാപ്രോസ്കോപ്പിക് സർജറിയുടെ ആകെയുള്ള ഒരു പോരായ്മ ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടി ചിലവ് ലാപ്രോസ്കോപ്പിക് സർജറിക്ക് കൂടുതലാണ് എന്നുള്ളതാണ്. എങ്കിലും കഴിയുന്നവർ ഓപ്പറേഷൻ ഹെർണിയ ചെയ്യുമ്പോൾ അത് ഡോക്ടർക്ക് ഡിസൈഡ് ചെയ്യാൻ അനുവദിക്കുക. ഏതാണ് ഏറ്റവും നല്ലത് എന്നുള്ള സെലക്ഷൻ ഡോക്ടർക്ക് വിടുക. ലാപ്രോസ്കോപ്പിക് സർജറിയാണ് ഉത്തമം എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ മടി കൂടാതെ ഹെർണിയ സർജറി ലാപ്രോസ്കോപ്പിക്കലി ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.